ഹായ്, ഞങ്ങൾക്ക് ഇന്ന് മാംഗ്ലൂർ സ്പെഷ്യൽ ചിക്കൻ സുക്ക ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം ഗരം മസാല ടൈപ്പ് കറാമ്പ്, പട്ട, ബേ ലീഫ്, പിന്നെ പെരുംജീരകം, നല്ല ജീരകം, കുരുമുളക്, മല്ലി, മുളക്, കുറച്ചൊരു ഉലുവ, കുറച്ച് മതി. ഇത്രയും സാധനങ്ങൾ ഇപ്പം നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണം. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാല ഐറ്റം ഇട്ട് കൊടുക്കാം. നേരത്തെ പെരുംജീരകം ഇടാം. പിന്നെ നല്ല ജീരകവും ഇടാം. ഇതിപ്പോൾ മാറ്റി വെക്കാം. അടുത്തത് കുരുമുളക്, മല്ലി, ഇതൊന്ന് കുറച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്നു, നിറം മാറി. ഇതിൻ്റെ അത്തരം തന്നെ ഇടാം. നെക്സ്റ്റ് ഇനി മുളക് വറുക്കണം. അതിനെ കുറച്ച് ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കണം. കണ്ടോ, മുളകും ചൂടായി. ഇതും മാറ്റി വെക്കാം. ഇനി ഞങ്ങൾക്ക് തേങ്ങ വേണം കേട്ടോ. ഒരു 1.5 മുറിയുടെ തേങ്ങ വേണം. ഒരു തേങ്ങയുടെ അരമുറിയും പിന്നെ മറ്റേ ഒരു അരമുറിയുടെ പകുതിയും. ഇത് ഞങ്ങൾക്ക് കുറച്ച് ഒന്ന് ചൂടാക്കി കുറച്ചൊരു വറുത്തെടുത്ത് വരണം. ഞങ്ങൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പാനിൽ. ഒന്ന് കുറച്ചൊരു കളർ മാറുന്നവരെ കുറച്ചൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തായി. ഇത്ര വറുത്താൽ മതി. പിന്നെ ഈ മസാല ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിഞ്ഞു കിട്ടും. തേങ്ങ മാത്രം ഇത്ര അരിയണ്ട കേട്ടോ. കുറച്ച് തരിതരിങ്ങനെ വേണം. ഓവർ അരിയാതെ ഇത് അതേപോലെ ഒറ്റൊരു റൗണ്ട് അടിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ എടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലിടാം. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോ, മഞ്ഞൾപ്പൊടി ഇടണം. ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊരു അതിൽ വെള്ളം ഇറങ്ങി വരട്ടെ. അതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. വെന്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മസാല ഇടാം. അത് നമ്മൾ മുളക്, മല്ലി അങ്ങനെ മസാല എല്ലാം പൊടിച്ചു വെച്ചില്ലായിരുന്നു. ആ മസാല ഇപ്പോൾ ഈ ചിക്കനിലേക്ക് ഇടാം. എന്നിട്ട് നല്ല ഇളക്കി കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഇതിൽ തന്നെ നിൽക്കട്ടെ, ഈ മസാലയിൽ. ഇനി തേങ്ങ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം.
ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ. ഇത്ര തരിയേ വേണ്ടുള്ളൂ തേങ്ങ. പിന്നെ ഞങ്ങൾ മസാല ഇട്ട ശേഷം കുറച്ച് ഇളക്കിയെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം, കുറച്ചൊരു ഗ്രേവി പോലെ. പിന്നെ അതിന് ശേഷം കുറച്ച് നിങ്ങൾക്ക് നാരങ്ങ ഒഴിച്ച് കൊടുക്കേ, നാരങ്ങ നീര്. ഇതാ ഇപ്പോൾ ചിക്കൻ സുക്ക റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു ഡിഷാണിത്. എന്തായാലും നിങ്ങൾക്കും ഇഷ്ടമാവും. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.